പാർട്ടി മുൻപെടുത്ത തീരുമാനത്തിന് വ്യത്യസ്തമായ തീരുമാനമാണ് നാട്ടികയിലെ പുതിയ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കാണുന്നതെന്നും അതിനോടുള്ള പ്രതിഷേധമാണ് പാർട്ടിയിൽ നിന്നുള്ള രാജിയെന്നും രാജിക്കാര്യം മണ്ഡലം സെക്രട്ടറിയെ വാക്കാൽ അറിയിച്ചിട്ടുണ്ടെന്നും സി മുകുന്ദൻ MLA പറഞ്ഞു. ഇതുവരെ എഴുതി കൊടുത്തിട്ടില്ല. വാക്കാൽ നിയമസഭാ സെക്രട്ടറിനെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു അനുനയത്തിനും ഇനി സാധ്യതയില്ലേ? അല്ല, അനുനയം പാർട്ടി പറയുന്ന കാര്യങ്ങളിൽ ഇതുവരെ എന്നോട് അങ്ങനെ പാർട്ടി ഒരു നിർദ്ദേശം പറഞ്ഞിട്ടില്ലല്ലോ. ഒരു അഭിപ്രായം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. നമ്മളിങ്ങനെ നിങ്ങളെപ്പോലുള്ള വാർത്തക്കാർ വരുമ്പോൾ വാർത്തയായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാമെന്നല്ലാതെ അങ്ങനെ ഒരു സമീപനം എന്നെ ഇതുവരെ അങ്ങനെ സ്റ്റേറ്റ് സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ഒന്നും വിളിച്ചിട്ടില്ല. രാജിക്കത്തൊന്നും കിട്ടിയിട്ടില്ലെന്നാണ്. രാജിക്കത്താണ് ഇതുപോലെ തന്നെ പറഞ്ഞു വന്നപ്പോൾ അവർക്ക് വന്നാണ് ഞാൻ ഇവിടെ പറയാനും ഇത് പറയാനുണ്ടായി. ഈ രാജിക്കത്ത് ഒരു അനിവാര്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ എഴുതി കൊടുക്കും. ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞത്, ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെക്കില്ല. എൻ്റെ ചുമതലയുള്ള മണ്ഡലം അംഗമായ SST കുട്ടികളെന്നും അതുപോലെ ജില്ലാ കൗൺസിലിനെ ഒഴിവാക്കിയപ്പോൾ പിന്നെ എനിക്ക് വരേണ്ടത് ഘടകങ്ങളോട് പരിശോധന അനുസരിച്ച് പിന്നത്തേക്ക് ഒരു ഘടകം മണ്ഡല കമ്മിറ്റിയാണ്. മണ്ഡല കമ്മിറ്റിയിലെ ഞാൻ അംഗമാണ്. അപ്പോൾ അംഗം എന്ന നിലയിൽ ഞാൻ ചുമതലയായിട്ട് മുന്നോട്ട് പോകാൻ അല്ലാതെ എൻ്റെ ഇവിടെ പറയാൻ എന്നൊന്ന് മണ്ഡല സെക്രട്ടറി വിളിച്ചു പറഞ്ഞു. ഈ മത്സരം ഇവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിനെതിരായിട്ടാണോ അതോ സംസ്ഥാന നേതൃത്വത്തിനെതിരായിട്ടോ? അല്ല, സംസ്ഥാന നേതൃത്വത്തിൽ പോകേണ്ടതില്ല. കാരണം പ്രാദേശിക ആൾക്കാരുടെ ഇടപെടലാണ് അത് എത്രയ്ക്ക് എത്തിച്ചത്. അത് ഞാൻ പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ചിട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. ഇന്നലെയും CPI ജില്ലാ സെക്രട്ടറി പറഞ്ഞത് മുകുന്ദൻ എന്നെ ഇപ്പോഴും ഞങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. ഒരിക്കലും മുകുന്ദനെ തള്ളി പറയാൻ മുകുന്ദനെ തള്ളി പറയാൻ അവർ തയ്യാറാകുന്നില്ല പൂർണ്ണമായിട്ട്. അല്ല, അങ്ങനെ ഒരു പറയേണ്ട ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ പാർട്ടിയുടെ ലീഡർഷിപ്പ് പറയുന്ന കാര്യങ്ങളായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പ്രത്യേക സാഹചര്യം ഇന്നലെ പറഞ്ഞൊരു കാര്യം, ഒരു പുതിയ പ്രകാരം പാർട്ടിയുടെ ലിസ്റ്റ് വന്നപ്പോൾ MLA ലിസ്റ്റ് വന്നപ്പോൾ എനിക്കൊരു പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധം പാർട്ടി വിരുദ്ധത്തിന് വേണ്ടി ആ രീതിയിലുള്ള സമീപനമാണ് ആരാം സ്ഥാനാർത്ഥിത്വത്തിൽ വന്നത്. അപ്പോൾ അതൊരു പ്രതിഷേധം മാനസികമായിട്ടുണ്ട്. ഈ ഗീതാ ഗോപി പറഞ്ഞത് അങ്ങെതിരായി എത്തിയാലും ഇടതടിത്തറയുള്ള സ്ഥലമാണ്, അവിടെ ഗീതാ ഗോപി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും എന്നുള്ളതാണ്. അല്ല, അതിലൊന്നും തർക്കമില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ ഒരു മേഖലയാണ് നാട്യമണ്ഡലം. നാട്യമണ്ഡലം ഞാൻ MLA അല്ലെങ്കിലും ഇത് ഒരുപാട് ബന്ധമുള്ളൊരു മണ്ഡലം. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിനെ അവരവരുടെ പ്രവർത്തനം കുറിച്ച് പരിശോധിക്കുമ്പോൾ അവരുടെ നാട് എവിടെയാണ്? നാട് ഈ പ്രദേശത്തൊന്നുമല്ല. അവർ ഗുരുവായൂർ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നടന്നതാണ്. അതുപോലെ തന്നെ ഇവരയച്ചിരുന്ന ആളാണ് ഗുരുവായൂർ മണ്ഡലം. ഗീതാ ഗോപിക്ക് BJPയുമായി ബന്ധമുള്ള CPIയുടെ നേതാവല്ലായിരുന്നു. അത് പിന്നല്ലേ ആയത്. അവരുടെ ജോലിയുള്ളപ്പോൾ അതിന് ബന്ധപ്പെട്ട് വന്നതാണ്. ചരിത്രമൊക്കെ പറയാൻ ഒരുപാട് പറയാനുണ്ട്. BJP ബന്ധം അവർക്കുണ്ടായല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിൽ അവരെ കിട്ടില്ലേ എന്നെ BJP വിളിച്ചെന്നുള്ളത്. അപ്പൊ BJP വിളിച്ചെന്ന് പറയുമ്പോൾ അവരങ്ങനെ ബന്ധമില്ലാണ്ട് BJP വിളിക്കില്ലല്ലോ. തെരഞ്ഞെടുപ്പ് രംഗത്തെത്തുമ്പോൾ ചിലരെക്കുറിച്ച് പച്ചയായി പറയാനുണ്ടെന്നും സി മുകുന്ദൻ അറിയിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനാണ് തീരുമാനമെന്നും ആര് പിന്തുണച്ചാലും അതിനെ സ്വാഗതം ചെയ്യുമെന്നും നാട്ടികയിലെ ഗീതാ ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പേയ്മെന്റ് സീറ്റാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായും സി മുകുന്ദൻ പറഞ്ഞു. ഇന്നലെ വരെ താങ്കൾക്കെതിരെ പ്രതിഷേധം നടത്തിയ, താങ്കൾ ചതിയനെന്ന് വിളിച്ച് പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് പാളയത്തിലേക്കാണ് അല്ലെങ്കിൽ UDF പാളയത്തിലേക്കാണ് ഇന്ന് സ്ഥാനാർത്ഥിത്വവുമായി. ഇതുവരെ അങ്ങനെ ഒരു പാർട്ടിയാണ് ചതിയെന്ന് പറഞ്ഞിട്ടില്ല. പരിശോധിച്ചോ? ഇന്നലത്തെ CPI ജില്ലാ സെക്രട്ടറി പറഞ്ഞതാണ്. അത് ചതിയൻ എന്ന് പറയുന്ന അത് അവരുടെ സ്വഭാവമാണല്ലോ. ഞാൻ ഇപ്പോൾ ഇവിടെ നാട്ടിൽ നിന്ന് ചോദിക്കുമ്പോഴത്തേനും ഏത് പാർട്ടിക്കാരെ വിളിച്ച് ചോദിച്ചോ, സി മുകുന്ദൻ്റെ ഇടപെടലും ബന്ധപ്പെടലും അതാണ് എനിക്കൊരു അംഗീകാരം ഉണ്ടായത്. അല്ലാണ്ട് എൻ്റെ പാർട്ടി മാത്രത്തുള്ള അംഗീകാരമില്ലല്ലോ. ഈ നാട്ടിലെ മുഴുവൻ ഒരു ജനാധിപത്യ വിശ്വാസത്തിൽ ശ്രമിക്കുന്ന എല്ലാ പാർട്ടികളും എന്നെ കുറിച്ചിട്ടുള്ള അഭിപ്രായ വ്യത്യാസം BJPക്കാർ വിളിച്ചു എന്നാണ് എനിക്കില്ല. എൻ്റെ മനസ്സിലൊരു ധാരണയും കാഴ്ചപ്പാട് ഇപ്പോഴും ഉണ്ട്. ആ കാഴ്ചപ്പാട് ധാരണയായിട്ട് മുന്നോട്ട് പോകും. ആ മുന്നോട്ട് പോകുന്നവരൊക്കെ എന്നെ സഹായിക്കാൻ കഴിയുന്നവരെ കൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ സഹായിക്കാൻ പറ്റുമെന്ന് സഹായിക്കാൻ അവരോട് പറയും. എന്തായാലും എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പറയാൻ തന്നെ എനിക്കറിയാലോ, സാമ്പത്തികമാണ് വിഷയം. സാമ്പത്തികം വെച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ സ്നേഹബന്ധം, ആ സ്നേഹം വെച്ച് മുന്നോട്ട് പോകലാണ് എൻ്റെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം. നിങ്ങൾ കേട്ടതല്ല ഇന്നലെ വലിയ പ്രസംഗം നടത്തിയൊക്കെ. പ്രാദേശികരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ ഇവിടുത്തെ മണ്ഡലം ഭാരവാഹികളൊക്കെ പരിപൂർണ്ണമായി താങ്കളെ പിന്തുണയ്ക്കുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, അതിപ്പോൾ അവരുടെ രാഷ്ട്രീയ സ്വഭാവം എന്താണെന്ന് മുഴുവൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ പരിശോധിച്ച് ആവശ്യം നടപടി. ഇന്നലെ നമ്മളോട് പറഞ്ഞത്, നിങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ കൂടെയുണ്ട് എന്നാണ് പറഞ്ഞത്. സ്റ്റേറ്റ് കൂടെ ഉണ്ടെങ്കിലും ഇന്നലെ വരെ എതിർത്ത് നിന്ന ആളുകൾ, പ്രാദേശികരായിട്ടുള്ള ആളുകൾ അല്ല, എതിർത്ത് നിന്ന എന്ന് പറഞ്ഞാൽ അവർ എതിർത്തല്ല, പലപ്പോഴും ചില കാര്യങ്ങൾ എതിർത്തുണ്ടായെന്ന് വരും. പക്ഷേ
കോൺഗ്രസ് പാർട്ടി എന്നോട് ഇതുവരെ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല. ഗീതാഗോപിയെ ഞാൻ അവസാനമായി ചോദിക്കാം. ഗീതാഗോപിയെ സ്പോൺസർ ചെയ്യിപ്പിക്കാൻ പുറത്തു നിന്നുള്ള ഒരാളെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് പാർട്ടിക്കുള്ള ആൾ തന്നെയാണ് ആയിരിക്കണം, പറയാൻ പറ്റില്ല. അങ്ങനെയാണ്. തന്നെ ഒന്നും ഓടി വരാനുള്ള ഒരു സാധ്യതയൊന്നുമില്ല. ഒരു പ്രസംഗമില്ലാതെ ഇടപെടാതെ ഈ കക്ഷി വരില്ല. അങ്ങനെ ഈ പ്രഖ്യാപിക്കുന്ന മുമ്പ് തന്നെ ഇവിടെ വർക്ക് ആരംഭിച്ചില്ലേ? ഞാൻ പോലും വർക്ക് ആരംഭിച്ചിട്ടില്ല.